ഫ്രണ്ട്സ് അനൂപാണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഡിണ്ടിക്കലിൽ കഴിഞ്ഞ 5-ാം തീയതി ഡിണ്ടിക്കലിൽ പാരറ്റ് ബീക്കിൻ്റെ ഷോ നടന്നിരുന്നു തമിഴ്നാട് ഡിണ്ടിക്കലിൽ. അതിലുള്ളൊരു കുറച്ച് കോഴികളുടെ വീഡിയോ ആണ്. ഞാൻ നാട്ടിലില്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്ന കോഴികളുടെ വീഡിയോ ആണ്. അത്യാവശ്യം നല്ല കോഴികൾ വന്നു എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ഈ കോഴികളൊക്കെ ഉണ്ടോ നല്ല പാരറ്റ് ബീക്കിൽ പല ടൈപ്പ് കോഴികൾ, പല ക്വാളിറ്റി. ചിലതിന് നല്ല ബീക്ക് ക്വാളിറ്റി ഉണ്ട്, ചിലതിന് വാൽ ക്വാളിറ്റി ഉണ്ട്, ചിലതിന് ഓരോന്നിനും ഓരോ എല്ലാം കംപ്ലീറ്റ് ആയ കോഴികളെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കോഴികൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഓരോന്നിനും ഓരോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ചിലത് നല്ല സ്റ്റാൻഡിങ് ഉണ്ട്. പെരിയൊരു കോഴിയൊക്കെ ഉണ്ടോ, അത്യാവശ്യം നല്ല വാൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോഴിയാണ്. ഇപ്രാവശ്യത്തെ ഷോയിൽ അത്യാവശ്യം വാലും അത്യാവശ്യം ഹെഡും ഉള്ള കോഴികളാണ് മൊത്തത്തിൽ. ഇത് നല്ലൊരു ഉച്ചിപ്പൂവ്, നമ്മുടെ അടുത്തുള്ള അതുപോലത്തെ ഒരു ഉച്ചിപ്പൂവിൽ പക്ക സ്റ്റാൻഡിങ് ഉള്ളത്. പക്ഷേ ഇതിന് കുറച്ച് വാല് കുറവാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ നല്ല പക്ക ഒരു ടമ്പർ ടൈല് വാലിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴിയാണ്. അത്യാവശ്യം ഈ ഒരു ഷോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോഴികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര കോഴികൾ വന്നില്ല എന്നാണ് എല്ലാവരും അഭിപ്രായം. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോഴികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 300 സംതിങ് കോഴികൾ വന്നിരുന്നു എന്ന് പറഞ്ഞ്. ഇപ്രാവശ്യം 290 300 തികഞ്ഞില്ല എന്ന് പറഞ്ഞ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോഴികൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്ന വീഡിയോസാണ്. അപ്പോൾ നിങ്ങളിരുന്ന് ഷെയർ ചെയ്യാന്നുള്ള രീതിക്ക് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഇനി അടുത്ത കേരളത്തിലെ ഷോ നടക്കുന്നുണ്ട്. അടുത്ത മാസം ഫെബ്രുവരിയിൽ കേരളത്തിലെ ഷോ ഉണ്ട്. അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇനി 2-3 ഷോ ഒക്കെ ബാക്കിയുണ്ട് ഈ ഒരു വർഷത്തിൽ. എൻ്റെ ലാസ്റ്റത്തെ ഒരു ഷോ ആകുമ്പോഴേക്കും നാട്ടിലെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാട്ടിൽ വന്നിട്ട് ഞാൻ പോയിട്ട് നേരിട്ട് വീഡിയോ എടുത്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ മുന്നേ ഞാൻ നാട്ടിലുള്ള ഒരു ടൈമിൽ നമ്മൾ പൊള്ളാച്ചി ഷോ, അതുപോലെ തൃച്ചി ഷോ, ഇങ്ങനെ 2 ഷോയുടെ വീഡിയോസ് ചെയ്തിരുന്നു യൂട്യൂബിൽ. അത് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്താലേ അപ്ലോഡ് ചെയ്യാം. നല്ല കോഴികളുണ്ടായിരുന്നത്. ഈ ഒരു കോഴിയുണ്ടോ നല്ല വാൽ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ ഹെഡും ബീക്കും എല്ലാം ഉള്ള കോഴിയാണ്. അടുത്തത് ഈ ഒരു വൈറ്റിൽ നല്ല ട്യൂബ് ഇറങ്ങുന്നുള്ളൂ, ഫുള്ള് വാല് വന്നിട്ടില്ല. അപ്പം തന്നെ അത്യാവശ്യം നല്ല വാലുണ്ട്. ഇങ്ങനെയുള്ള നല്ല നല്ല കോഴികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ സീലിൻ്റെ ഷോക്ക് തന്നെ പോകണം. എന്നാലേ നമുക്ക് അത്രയും വെറൈറ്റി കോഴികളെ ഒറ്റ സ്ഥലത്ത് കാണാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മാക്സിമം ഒരാളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ 2-3 കോഴികളൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാവുള്ളൂ. കാരണം ഇത് പാരറ്റ് ബീക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം ആളുകൾക്ക് കുറവായിരിക്കും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെറൈറ്റി കോഴികൾ വന്നിട്ടുണ്ട്. കൂടുതലും വൈറ്റിലാണ് ഇപ്രാവശ്യം വന്നതെന്ന് പറഞ്ഞത്. അതുപോലെ കീരിയുണ്ട്, കാഹമുണ്ട്, മയിലുണ്ട്, എല്ലാ കളറിലും ഉണ്ട്, എല്ലാ വെറൈറ്റി കളറിലും ഉണ്ട് കോഴികൾ. ഇപ്രാവശ്യം നല്ല വാൾ ടൈപ്പ് കോഴികൾ അത്യാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ബീ ക്വാളിറ്റിയുള്ള വന്നിട്ടുണ്ട്. ഈ ഒരു പൂവനൊക്കെ ഉണ്ടോ നല്ല ഹൈറ്റുള്ള ടൈപ്പ്. അത്യാവശ്യം എല്ലാ ആൾക്കാരത്തും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സാധനമുണ്ട്. പഴയ പോലെയല്ല, എല്ലാവരും നല്ല ഹെഡും ബീക്കും നോക്കി ബ്രീഡ് ചെയ്യിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ ബീക്കുള്ളത് മാത്രം സെലക്ട് ചെയ്ത് വന്ന് ഇപ്പോൾ ഉള്ള ഏകദേശം നല്ല കോഴികളൊക്കെ നല്ല ബീക്ക് വരുന്നുണ്ട് എല്ലാ കോഴികൾക്കും. ഈ കോഴിയുടെയൊക്കെ വാല് കണ്ടോ, ഏകദേശം 1 മീറ്റർ ടൈപ്പ് വാലാണ്, നല്ല ലെങ്ത്തുള്ള വാല്. ഇത് പറഞ്ഞ പാരറ്റ് ബീക്കിൽ ഇങ്ങനെ നമുക്ക് ഷോക്ക് പോയാൽ മാത്രം കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ്. അത്ര അധികം കോഴികൾ ഒരുമിച്ച്. ഇപ്പം ഞാൻ കാണിച്ചതിൽ വളരെ എണ്ണം കുറഞ്ഞ, അതിലിപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് കോഴികളുടെ വീഡിയോ എടുത്ത് തന്നാണ്. അതല്ലാതെ 290 കോഴിയേറ്റ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഷോയിൽ. ഇങ്ങനെയാണ് ഷോ നടക്കുന്നത്. നമ്മളെന്തായാലും പാരറ്റ് ബീക്കിൻ്റെ സീരീസ് ഇപ്പോൾ നമ്മൾ കത്തിക്കാലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വെത്തുകാലിൻ്റെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത് പാരറ്റ് ബീക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഏകദേശം ഒരാളുകൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതാണ് പാരറ്റ് ബീക്ക്. ഇത്രയും കാണാൻ ഭംഗിയുള്ള കോഴികളാണ്. ഇത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു തവണ കാണാത്ത ആൾക്കാർ വരെ ഉണ്ടാവും, ഒരു ഫോട്ടോയിൽ വന്ന് മാത്രം കണ്ട ആൾക്കാർ വരെ ഉണ്ടാവും. കാരണം ഇതൊക്കെ ലക്ഷങ്ങൾ വില വരുന്ന കോഴികളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിൽ ഇത് വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഓരോ ഏരിയയിലും 1-2 ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ ഒരു കോഴി നല്ല സൂപ്പർ കോഴിയാണ്. കാരണം നല്ല ഹെഡും ബീക്കും ഒരു രക്ഷയില്ല, വാൽ ക്വാളിറ്റിയൊക്കെ ഉള്ള കണ്ടോ, നല്ല വാലുമുണ്ട്.
അതുപോലത്തെ വെറൈറ്റി കോഴികൾ, അതുപോലെ നല്ല പ്രൈസും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഷോയിൽ എന്ന് പറഞ്ഞാൽ ഗോൾഡ് കോയിനായിട്ടും പ്രൈസ് ഇഷ്ടംപോലെ പ്രൈസ് കൊടുക്കും. ഒരു ഫസ്റ്റ് പ്രൈസിൻ്റെ ഒരു 10 ആൾക്കൊക്കെ കൊടുക്കും. ഇത് കണ്ടോ, നല്ല വെറൈറ്റി കോഴിയാണ്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഏകദേശം ഒരു 10-80 പ്രൈസ് ഉണ്ടാവും. അപ്പോൾ വരുന്ന കോഴികൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഷോ എന്ന് പറഞ്ഞാൽ ഈ പെർബീക്ക് വളർത്താൻ വേണ്ടിയിട്ട് നല്ല പ്രോത്സാഹനമാണ്. കാരണം എല്ലാ ഷോയിലും അത്യാവശ്യം നല്ല പ്രൈസ് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ആ മെയിലിന് അത്യാവശ്യം ഡിമാൻഡ് വരും അതിൻ്റെ കുട്ടികൾക്ക്. പിന്നെ നല്ല റേറ്റിന് ഈ ഷോയിൽ വിറ്റ് പോകാറുണ്ട് കോഴികൾ. ഷോയിൽ തന്നെ കോഴികൾ വിറ്റ് ലക്ഷങ്ങൾക്ക് വിറ്റ് പോകാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ഷോകളെന്ന് പറഞ്ഞാൽ പാരറ്റ് ബീക്ക് വളർത്തുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമാണ്. നമ്മളെ കേരളത്തിലും ഒരു ഷോ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കേരളത്തിൽ എവിടെ ഷോ നടക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഫെബ്രുവരിയിലാണ് വരുന്നത്. അതിൻ്റെ കറക്റ്റ് ഡേറ്റും ഡീറ്റെയിൽസും അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റോറി ഇടാനുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പോയി കാണാം. ഫ്രീ എൻട്രിയാണ്, ആർക്കും പോയിട്ട് കാണാം. നല്ല നല്ല കോഴികളെ, വെറൈറ്റി കോഴികളെ കാണാം. ഇപ്പോൾ കേരളത്തിലെ ഷോ എന്ന് പറഞ്ഞാൽ ആന്ധ്ര, കർണാടക തൊട്ട് കോഴികൾ വരും. ഇതിപ്പോൾ നമ്മൾ ഈ തമിഴ്നാട് നടക്കുന്ന ഷോയിലും കേരളത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ കോഴികളുണ്ടാവും. അതുകൊണ്ട് തന്നെ പല നാട്ടിലെ പല വെറൈറ്റി പാരറ്റ് ബീക്കിൽ പല വെറൈറ്റി കോഴികൾ എല്ലാവർക്കും കാണാം.